how are you all? How was your week? How was your week activities? We are almost nearing to the end of our program. Okay, so how do you all feel? ഇവിടെ ആകെ 20 പേരേ ഉള്ളൂ. എന്ത് പറ്റി? എക്സാംസ് ആണോ? ഡിസംബർ സൈക്കിൾ എക്സാംസ് കഴിഞ്ഞു. വാട്ട് ഇസ് ഹാപ്പനിങ്? ആരെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. എക്സാംസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഓർ ഡിഡ് ഇറ്റ് ഗെറ്റ് ഓവർ? എന്താണോ? ഓക്കെ, സോ ഐ തിങ്ക് ഇപ്പോൾ ഡിസംബർ സൈക്കിൾ എക്സാം എഴുതുന്ന ആരോട് ഇല്ല എന്ന് തോന്നുന്നു. Okay. So, how did your week's activities go? Just let me know how many activities did you do. എത്ര ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളതൊന്ന് പറയണേ. ഞാൻ ഓഡിബിൾ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓഡിബിൾ അല്ല എന്നാണ്. ഈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ബട്ട് പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഗൗരി, ഷെർലി, അശ്വതി, പ്ലീസ് ഗിവ് മീ എ റിപ്ലൈ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം, കുഴപ്പമില്ല. 1. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്, കാരണം ഇവിടെ ആകെ 20 പേരേ ഉള്ളൂ. അപ്പോ യാ, ഓക്കെ ഓക്കെ 2. ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇനി, ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾമോസ്റ്റ് എൻഡ് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോ വീക്ക് 18 ആയി. നിയർലി 130 ഡേയ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി ഒരു ലൈവ് സെഷൻ എന്ന് പറയാൻ ഒരു 2 to 3 ലൈവ് സെഷൻസും കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ നമ്മൾ പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകളൊന്നും പഠിക്കുന്നില്ല. നമ്മളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആൻഡ് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് എ ആൻഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, വവൽസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അഡ്വാൻസ്ഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ബേസിക് കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ ഇൻപുട്സും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയും നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ഫ്ലുവൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ഇതുവരെയും നമ്മൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടുഡേ. സോ ക്ലിയർ ആവാത്ത പ്രശ്നം എല്ലാവർക്കും ഉണ്ടോ, ഓർ ഇസ് ഇറ്റ് ഓൺലി ഫോർ അശ്വതി? ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ, വേറെ ആർക്കും കുഴപ്പമില്ല. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ഒരു ഓഡിബിൾ അല്ലെങ്കിൽ ഓഡിയോയുടെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് മേക്ക് ഷുവർ യുവർ നെറ്റ്വർക്ക് ഇസ് സ്റ്റേബിൾ. ഓക്കെ, so today we'll be clearing and making our concepts concrete for the final preparation for capstone and comprehensive assessment. നിങ്ങൾക്കിപ്പോൾ വീക്ക്ലി അസസ്മെന്റ് ഉള്ളതുപോലെ തന്നെ 150 ഡേയ്സ് കഴിയുന്ന ടൈമിൽ നിങ്ങൾക്കൊരു എന്തുണ്ടാവും, ഒരു കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഉണ്ടാവും. ആ അസസ്മെന്റിലായിരിക്കും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എവിടെയാണ്, ഇന്റർമീഡിയറ്റ് ആണോ, ഒരു ബിഗിനർ ആണോ, അഡ്വാൻസ്ഡ് ലെവലിലാണോ എന്നുള്ളത്. ആ ലെവൽ സർട്ടിഫിക്കറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ബിക്കോസ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങളുടെ ജോബിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോംപ്രിഹെൻസീവ് അസസ്മെന്റ് വളരെ ഈസി ആയിട്ടും കൂളായിട്ടും കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പ്രൊജക്ട് വരാനുണ്ട്, ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്. ഓക്കെ, ഏറ്റവും നല്ല പ്രോജക്റ്റിന് ഒരു ചെറിയ ഗിഫ്റ്റും ആ ഒരു രീതിയിലായിരിക്കും ആ പ്രോജക്റ്റ് ഉണ്ടായിരിക്കുക. ആ ഒരു പ്രോജക്റ്റും ഇങ്ങനെ തന്നെയാണ്. ഇതുവരെ പഠിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് തരവാണോ, എത്ര മാസം നിങ്ങൾക്ക് അത് ഫ്ലുവൻ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പ്രോജക്റ്റ് ആണ് ഈ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്. സോ മേറ്റ് ബി ദ പ്രോജക്റ്റ് ഓർ ദ കോംപ്രിഹെൻസീവ് അസസ്മെന്റ്, ഇത് രണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവണം. ഓക്കെ, സോ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് മേക്കിംഗ് ഓൾ ദ കോൺസെപ്റ്റ് കോൺക്രീറ്റ് എന്നുള്ളതാണ്. സോ ഞാൻ മെയിൻ ടോപ്പിക്സും മെയിൻ പോയിന്റ്സും ഇങ്ങനെ പറഞ്ഞു പോവാം. സോ ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എനി ക്വയറീസ്, ജസ്റ്റ് പുട്ട് ഇറ്റ് അപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഞാൻ ഇടയിൽ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നില്ല. ഇന്ന് ഞാനിങ്ങനെ ബ്രഷപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റുകൾ കേൾക്കും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. So today we'll be having a review about advanced grammar topics, real world speaking, writing and listening content, and then finally prepare for the upcoming comprehensive assessment. Grammar topics മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ, പാസീവ് വോയിസ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് സ്കിൽസ് നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഓൾറെഡി
ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിൽ ബി ജസ്റ്റ് ലുക്കിംഗ് ത്രൂ ആൻഡ് ദെൻ ഫോർമൽ റൈറ്റിംഗ് ഫോർ ബിസിനസ് ആൻഡ് അക്കാഡമിക് പർപ്പസ്. സോ ഇന്ന് എല്ലാ ദിവസവും ഞാൻ തന്നെയാണല്ലോ പറയുന്നത്. സോ സിൻസ് ഇറ്റ് ഇസ് എ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഒരു റിവിഷൻ സെഷൻ ആയതുകൊണ്ട് ഐഡ് ലൈക്ക് എനി വൺ ഓഫ് യു ടു കം ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടോപ്പിക്. ഈ കണ്ടീഷണൽ എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ? ദ കണ്ടീഷണൽ എക്സാമ്പിൾ ഗിവൻ ഇസ് ഇഫ് ഐ ഹാഡ് സേവ്ഡ് മണി ഐ വുഡ് ഹാവ് ട്രാവൽഡ്. എല്ലാം പറയേണ്ട, കണ്ടീഷണൽസ് മാത്രം. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എനി വൺ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ പറയുക, ഇതെങ്ങനെയാണ് കണ്ടീഷണൽ സെന്റൻസ് ആയത്, അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക, അത് ഇത് കൂടാതെ ഒരു എക്സാമ്പിളും കൂടെ പറയുക. അത്രയും മതി. ജസ്റ്റ് ഒരു 2-3 വരിയിൽ പറഞ്ഞു തീർക്കാവുന്ന. ഇനി വൺ ആരും മുന്നോട്ട് വരാത്തൊരവസ്ഥയിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള 40 പേരും ഈ ഒരു കണ്ടീഷണൽസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. Ma'am, I know this is week 18, but for me this is my first class, so I'm not clear about the program. What should I do? I just joined day before yesterday. So, hi Anamika. ഇതൊരു 150 ഡേയ്സ് പ്രോഗ്രാം ആണ്. ഇവിടെ ലേൺ വൈസിലും പ്രെപ്പ് വൈസിലും ഉള്ള എല്ലാ സ്റ്റുഡൻസിനും കോംപ്ലിമെന്ററി ആയിട്ട് ഇംഗ്ലീഷും കൂടെ ഒന്ന് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം ആണ് കേട്ടോ, EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സോ ഇത് ഓരോ 150 ഡേയ്സ് കഴിയുന്ന ടൈമിൽ നമ്മൾ വീണ്ടും day 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഐ വുഡ് സജസ്റ്റ് യു ടു വെയിറ്റ് ഫോർ ലൈക്ക് അറൌണ്ട് എ മന്ത്. നമ്മളൊരു 1 month കഴിയുമ്പോഴേക്കും വീണ്ടും day 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് നിങ്ങളുടെ മെന്റർ ത്രൂ നിങ്ങൾ അറിയുകയും ചെയ്യും. അപ്പൊ ജോയിൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മളിപ്പോ ലാസ്റ്റ് സൈക്കിളിന്റെ എൻഡ് എത്താറായി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സസും പ്രീവിയസ് സെഷൻസും ഇപ്പൊ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് ഓൺ എ ഡെയിലി ബേസിസ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ടാസ്ക് റിസീവ് ആവുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് ആപ്പിലും അവൈലബിൾ ആണ്. സോ അത് ഡെയിലി ബേസിസ് ആ ടാസ്കുകൾ ചെയ്തു പോവുക. ആൻഡ് എവറി 7th ഡേ അല്ലെങ്കിൽ എവറി ഫ്രൈഡേ ആണ്. നമ്മൾ ഇന്നലെ എനിക്ക് ചെറിയൊരു എൻഗേജ്മെന്റ് വന്നുകൊണ്ട് സാറ്റർഡേ ആയതാണ്. എവറി ഫ്രൈഡേ വിൽ ഹാവ് എ ലൈവ് സെഷൻ. അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നവരോട് ഐ ബെറ്റർ സജസ്റ്റ് to join you after a month, like when we start from day 1 again. Okay, you'll get to know it through your mentor. Okay, so ഈ conditionals explain ചെയ്യാൻ ആരാ വരാ? Who will explain the conditionals? Please. ആണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെ തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. I am here to help you. I'm right here to help you. Anyone? Okay, ഒരുപാട് ഫസ്റ്റ് ക്ലാസ് ഉള്ളവരുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും കൂടിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. പക്ഷെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഒരിക്കലല്ല, നമ്മൾ എൻഡ് എത്തിയത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് തവണ നമ്മൾ റിവൈസ് ചെയ്ത ടോപ്പിക്സ് ആണ്. സോ പ്രീവിയസ്, അതായത് week 17 വരെയുള്ള സെഷൻസ് എല്ലാം നിങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെന്ററിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ മെന്റർ വിൽ ഗൈഡ് യു. ഓക്കെ, യെസ് അനാമിക. സോ ജസ്റ്റ് ഒന്ന് മെന്ററിന്റെ അടുത്തും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കൂ കേട്ടോ. day 1 ആവുന്ന ടൈമിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ദേ വിൽ ഇൻഫോം യു എനിവേ, ബട്ട് ജസ്റ്റ് യു ക്യാൻ ഓൾസോ ടെൽ ഹർ. വാട്ട് അബൌട്ട് മൈ അതേഴ്സ്? കണ്ടീഷണൽസ് പറയാൻ ഇവിടെ ആരും ഇല്ലേ? കണ്ടീഷണൽസ് നമ്മളൊരു എത്ര തവണ ഡിസ്കസ് ചെയ്ത് കാണും? നിഹാര, അത് ചില ഡിവൈസുകളുടെ പ്രശ്നമാണ് കേട്ടോ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ഹിയർ ഡസൻ ഹാവ് എ പ്രോബ്ലം. ചില ഡിവൈസുകളുടെ പ്രശ്നമാണ് റൂമിൽ വോയിസ് കിട്ടാത്തത്. അപ്പൊ നിങ്ങളൊന്ന് ഡിവൈസ് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. എന്റെ വോളിയത്തിന് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ബുസ്താന, യു ക്യാൻ ട്രൈ. പ്ലീസ് അൺമ്യൂട്ട് ബുസ്താന. Yes. Hello all. Good evening. First of all, Yes. my name is Fatima Bustana. Okay. Yes. So, okay. ഇത് തേർഡ് കണ്ടീഷണൽ ആണ്. Yes, yes, you are audible. യെസ്, തേർഡ് കണ്ടീഷണലാണ്. നമ്മളിപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. Okay. ഓക്കെ, പാസ്റ്റിൽ നടക്കാത്ത ഒരു കാര്യം നമ്മൾ അത് ഇമാജിൻ ചെയ്യാണ്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. Okay. പിന്നെ എപ്പോഴും എന്താ, ഓക്കെ, വേറെ എന്താണ് വേണ്ടത് അതിനെ പറ്റിയിട്ട്? ഇല്ല, അപ്പൊ just എനിക്കൊരു first എന്താണ് ഓക്കെ എന്നും കൂടെ ചെയ്തോളൂ.
എന്താണ് കേട്ടില്ല? ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷണൽ എന്താണെന്നും കൂടി ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, അപ്പൊ അവർക്കും കൂടെ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് തേർഡ് അല്ലേ? മാമിന്റെ സൗണ്ട് നല്ലോണം ലോ ആയിട്ടാണ് കേൾക്കുന്നത്. ആണോ? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൂന്നും ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഫസ്റ്റ് നമ്മൾ എപ്പോഴാണ് സീറോ കൂടെ പറഞ്ഞോളൂ. സീറോ കണ്ടീഷണൽസ് എപ്പോഴാണ് യൂസ് ചെയ്യുക, ഫസ്റ്റ് കണ്ടീഷണൽ എപ്പോഴാണ്, സെക്കൻഡ് കണ്ടീഷണൽ എപ്പോഴാണെന്ന്. ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, സീറോ കണ്ടീഷൻ എനിക്ക് ഫുൾ ആയിട്ട് അറിയില്ല. ഓക്കെ, എന്റെ Okay. അറിവിൽ വെച്ചിട്ട് ഓർമ്മയുള്ള പറയാം. സീറോ കണ്ടീഷൻ നമ്മള് ട്രൂത്ത്സ് പറയുമ്പോഴല്ലേ എന്ന് തോന്നുന്നു. Yes, യൂണിവേഴ്സൽ exactly. ട്രൂത്ത്സ് പറയുമ്പോൾ Yes, if you heat the water, it boils. ഇറ്റ് വിൽ ബോയിൽ. യെസ്. If you freeze the water, it will turn into ice. എന്നിങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തുകൾ എന്തായാലും സംഭവിക്കും. നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, തീയിൽ തൊട്ടാൽ കൈപ്പൊള്ളും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സീറോ കണ്ടീഷണലിൽ വരിക. ഓക്കെ. യെസ്. ഫസ്റ്റ് കണ്ടീഷണൽ നമ്മളെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോ ഞാൻ പൈസ സേവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാം. ഇഫ് ഐ സേവ് മണി ഐ വിൽ ട്രാവൽ. അങ്ങനെയുള്ള എക്സാമ്പിൾസ് അല്ലെ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ സൗണ്ട് ആയോ? യെസ് യെസ് മാം. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ സെക്കൻഡ് കണ്ടീഷണല് നമ്മുടെ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് തന്നെയാണ് നമ്മളെ പ്രസന്റിലോ ഭാവിയിലോ ഉള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോ ഞാൻ പൈസ സേവ് ചെയ്തെങ്കിൽ ഐ വുഡ് ട്രാവൽ. ഇഫ് ഐ സേവ്ഡ് മണി ഐ വുഡ് ട്രാവൽ. അത് റിയൽ ആവാം, അൺറിയൽ ആവാം. യെസ്. തേർഡ് കണ്ടീഷണൽസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ, പാസ്റ്റിൽ കഴിഞ്ഞു പോയ, ഇനി നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കാര്യം. ഓക്കെ. ആൻഡ് സെക്കൻഡ് കണ്ടീഷണൽസിൽ ഇങ്ങനത്തെ ഒക്കെ എന്താ പറയാ, നമ്മളിങ്ങനെ ഡ്രീം ഒക്കെ പറയില്ലേ, ഇഫ് ഐ വെർ യു, ഞാൻ നീ ആയിരുന്നെങ്കിൽ, അതുപോലെ എന്താ പറയാ, എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈ ലോട്ടറി അടിക്കാന്നൊക്കെ ഉള്ളതിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷണൽസും മാറിപ്പോകരുത്. ആൻഡ് ഇതൊക്കെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഏത് രീതിയിലുള്ള സെന്റൻസുകൾ പറയാൻ, അല്ലെങ്കിൽ എന്ത് കൺവേ ചെയ്യാനാണ് നമ്മൾ കണ്ടീഷണൽസ് യൂസ് ചെയ്യുക? ഓക്കെ, അത് ആ പേര് പറയുന്നത് പോലെ തന്നെ കണ്ടീഷൻ വെച്ച് പറയാൻ വേണ്ടി, ലോട്ടറി അടിച്ചാൽ ഞാൻ വീട് പണിയും. ഇഫ് ഐ വിൻ എ ലോട്ടറി ഐ വിൽ ബിൽഡ് എ ഹൗസ്. യെസ്, ഇഫ് ക്ലോസ് വെച്ചിട്ടായിരിക്കും എപ്പോഴും കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. Okay, thank you, Bustana. Thank you so much for coming up. Okay, thank you, ma'am. Thank you, and you've done it well. You've finished your task well. Well said. Anamika, sorry to bother you. I can find the previous class to PrepWise app. Am I right? Yes, exactly, Anamika. Okay. ഇനി അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ you can just connect with your mentor. Mentor correct guide ചെയ്തു തരും കേട്ടോ. Okay. Next is passive voice. അടുത്ത ആരാണ് passive voice പറഞ്ഞുതരാം? What is passive voice? Why do we use it and where do we use it? അതിന്റെ ഉദ്ദേശം എന്താണ്? Anyone, please? എന്തിനാ ഇത്രയും ടൈം എടുക്കുന്നത്? ഒരു ചെറിയ ഐഡിയ എങ്കിലും ഉണ്ടെങ്കിൽ you can come up. Rest I'll help. Gauri. Okay, Gauri, please unmute. Good evening, ma'am. Yes, good evening, Gauri. മാം, പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ്, എവിടെയാണോ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെ യൂസ് ചെയ്യുന്ന സെന്റൻസസ് ആണ്. ഒബ്ജക്റ്റിനായിരുന്നോ? ആക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നിടത്തല്ലേ? അതെ അതെ. അതായത് നമ്മൾ പ്രൊജക്ട് എന്നത് ഇവിടെ ആക്ഷൻ, ശരിക്കും അതൊരു ആക്ഷനാണ്. പക്ഷെ ആ പ്രൊജക്റ്റിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, സബ്ജക്റ്റ് ആക്കി എടുത്തു. അതൊരു നോർമൽ നമ്മൾ ആക്റ്റീവ് സെന്റൻസിലേക്ക്, ഇപ്പോൾ ഈ പാസീവ് വോയിസ് എക്സാമ്പിളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ദ പ്രോജക്ട് വാസ് കംപ്ലീറ്റഡ് ഓൺ ടൈം ബൈ ദ ടീം. ആ ഒരു സെന്റൻസിന് ആക്റ്റീവ് വോയിസിൽ നമ്മൾ എങ്ങനെയാവും പറയാ? The team completed the project. Yes, team completed the project on time. അപ്പൊ ഇവിടെ നമ്മൾ ടീം കംപ്ലീറ്റഡ് ദ പ്രോജക്ട് ഓൺ ടൈം എന്ന് പറയുന്ന ടൈമിൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടീമിനാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അത്, സബ്ജക്റ്റ് വിഷയം, അതിന്റെ മീനിങ് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണോ അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ദ ടീം കംപ്ലീറ്റഡ് ദ പ്രോജക്ട് ഓൺ ടൈം എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ആ ടീമിനെയാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഓ, അടിപൊളി ടീമാണ്, ആ ടീം അത് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്? പ്രോജക്റ്റ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ ഇൻകംപ്ലീറ്റ് ആണോ എന്നതാണ് ടോപ്പിക്.
സോ ഇത്തരത്തിലുള്ള സെന്റൻസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസിൽ യൂസ് ചെയ്ത് കാണാം, അതുപോലെ മീറ്റിംഗ് റിപ്പോർട്ടുകളിൽ, അതുപോലെ അക്കാഡമിക് റൈറ്റിംഗ്സിലെല്ലാം ഇത്തരത്തിലുള്ള പാസീവ് വോയിസ് യൂസ് ചെയ്യും കേട്ടോ. അതല്ലാതെ നമ്മളൊരു നോർമൽ ലൈഫ് കൺവെർസേഷനിലൊന്നും പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഓക്കെ, ഇറ്റ് ഇസ് എന്താ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം, നമ്മൾ പാസീവ് വോയിസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു റിപ്പോർട്ടോ ഇമെയിലോ ഒന്നും സ്ട്രക്ചർ ചെയ്യില്ല കേട്ടോ. ഓക്കെ, പാസീവ് വോയിസ് ചില സെന്റൻസുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഒരു കംപ്ലീറ്റ് റിട്ടൺ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പാസീവ് വോയിസിൽ എഴുതൽ. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾവേസ് മിക്സ്ഡ് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. Joseph, before the war, Russia versus Ukraine, that time, if American president was Donald Trump, it should be there is no chance the war. ജോസഫ് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടീഷണൽസിന്റെ എക്സാമ്പിൾ തന്നതാണോ? പ്ലീസ് എന്താണ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്ലിയർ ആക്കട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ലേ. ഓക്കെ, താങ്ക് യു ഗൗരി സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗൗരി. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ദെൻ ഹു വിൽ എക്സ്പ്ലെയിൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞതാണ്. നമ്മൾ പൊതുവെ കണ്ടീഷണൽസ് സ്റ്റാർട്ട് ചെയ്യുക ഇഫ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇഫ് അമേരിക്കൻ പ്രസിഡന്റ് വാസ് ഡൊണാൾഡ് ട്രംപ് ബിഫോർ ദ വാർ, it should not have happened. It should not എന്ന് പറയില്ല, it wouldn't have happened. Okay, if Trump had been the American president, the war would not have happened. ആ രീതിയിലാവും കേട്ടോ. സോ ജോസഫ് ഗ്രാമർ നല്ലോണം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ പ്രീവിയസ് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസിലേക്ക് പോവുക, ഗ്രാമർ റെഡിയാക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതില് എന്താണ് ഗ്രാമാറ്റിക്കലി ആ ഒരു സ്ട്രക്ചർ തന്നെ ശരിയല്ല കേട്ടോ. സോ പ്ലീസ് വർക്ക് ഔട്ട്. Recorded classes are available in your app. Okay, so who will help me with reported speech? Reported speech ആരാ ഹെൽപ്പ് ചെയ്യാം? ആരാ വരിക? വേഗാവട്ടെ പ്ലീസ്. നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ടൈം എടുക്കുന്ന എന്തിനാണ്? ഇനി വൺ ഐ ഹെൽപ്പ് യു. ഇവിടെ നിങ്ങൾ ആരെയും ചീത്ത പറയാനോ ഒന്നിനും പോകുന്നില്ല. യെസ് പുസ്തകം. യെസ്, പ്ലീസ് അൺമ്യൂട്ട്. പറഞ്ഞോളൂ. യെസ് മാം. ഓക്കെ, ഇവിടുത്തെ റിപ്പോർട്ടഡ് സ്പീച്ച് ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്, ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇനി അത് റിപ്പോർട്ടഡ് ആവുമ്പോ മീറ്റിംഗ് ടുമോറോ എന്നുണ്ട്. അപ്പൊ ഇതൊരു ഫ്യൂച്ചർ ആണ് അല്ലെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ അത് നേരെ തിരിച്ചിട്ട് ഫ്യൂച്ചറിലുള്ളത് എപ്പോഴും വുഡ് ആയിരിക്കും വരുന്നത്. വിൽ എപ്പോഴും വുഡിലേക്ക് മാറും, വുഡിലോട്ട് മാറും. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് സിമ്പിൾ ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചും കൂടെ ഒന്ന് വായിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയോ? ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്, ആ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ സെന്റൻസും കൂടെ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. യെസ് മാം. ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. ഇവിടെ ഐ എന്നുള്ളത് നമ്മുടെ മാറിയിട്ട് അവിടെ പ്രൊനൗൺ ഹി ആക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യെസ്. പിന്നെ റിപ്പോർട്ടഡ് വേർബ് ഉണ്ടായിരിക്കണം. ഹി സെഡ് എന്നുള്ള സെഡ് ആണ് റിപ്പോർട്ടഡ് ആയിട്ടുള്ള വേർബ് അവിടെ. പിന്നെ ഹി സെഡ്, ചിലപ്പോ നമുക്ക് ദാറ്റ് വേണമെങ്കിൽ ചേർക്കാം. ഹി സെഡ് ദാറ്റ് ഹി വുഡ്, ആ വിൽ എന്നുള്ളത് നമ്മൾ വുഡ് ആക്കി. ഹി വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ടെൻസുകൾ വ്യത്യാസം വരും, അതിവിടെ ഓൾറെഡി പുസ്തകം പറഞ്ഞു കഴിഞ്ഞു. ദെൻ പ്രോനൗൺ ചേഞ്ചസ്. ഐ എന്നത് ഹി ഓർ ഷി ആവും, അസ് എന്നത് ദേ ആവും, എന്നിങ്ങനെയുള്ള പ്രോനൗൺ ഡിഫറൻസുകൾ വരും. ആൻഡ് ഓൾസോ ടൈം എക്സ്പ്രഷൻസ്. ഓക്കെ, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും, യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ ആവും, ടുമോറോ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. ബോത്ത് ആർ കറക്റ്റ്. ആൻഡ് ടുമോറോ വിൽ ബി ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ടൈം ഡിഫറൻസുകളും വരും. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണ് ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് യൂസ് ചെയ്യുക. ഇപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ടീച്ചർ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നത്, ടീച്ചർ സെഡ് ദാറ്റ് all of us have to complete our homework the next day എന്നിങ്ങനെ ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വീട്ടിൽ വന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് വരാം. ഓക്കെ,
സോ ഐ ഹോപ്പ് ഈ കണ്ടീഷണൽസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് ഇത് മൂന്നും എല്ലാവർക്കും ക്ലിയർ ആണ്. ഐ മീൻ ഐ എം നോട്ട് ടോക്കിംഗ് ടു ദ പീപ്പിൾ ഹു ജോയിൻ ടുഡേ ഫോർ ദ ഫസ്റ്റ് ടൈം. നിങ്ങളൊരു പ്രീവിയസ് ക്ലാസ് കണ്ടതൊന്ന് കവറപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതല്ലാതെ പ്രീവിയസ്ലി ഇതിന്റെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോടാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇറ്റ് റൈറ്റ് നൗ. കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ഇരിക്കേണ്ട, ഇതിൽ കംപ്ലീറ്റ് തറവാക്കിയിട്ട് പോവാം. ഓക്കെ, ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ടോപ്പിക്കിലും ഡൗട്ട് വരികയാണെങ്കിൽ യു കൻ ആസ്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അഡ്വാൻസ്ഡ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽസ്. നമ്മൾ ഈ ഒരു ജേർണിയിൽ മേ ബി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു സെയിം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടാസ്ക് ഇതായിരിക്കും. നിങ്ങൾക്കൊരു ആർട്ടിക്കിൾ തരുന്നു, ആ ഒരു ആർട്ടിക്കിളിലെ കോണ്ടന്റ് വായിച്ച് സമ്മറൈസ് ചെയ്യുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അതും സമ്മറൈസ് ചെയ്യുക. അതിനുശേഷം കോംപ്രിഹെൻസീവ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടൊരു സമ്മറി എഴുതുക. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതണം, കോൺട്രാഡിക്ടറി പോയിന്റ്സ് എഴുതണം, സിമിലർ പോയിന്റ്സ് എഴുതണം. ഈ ഒരു ആക്ടിവിറ്റി ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവർ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുമോ? ജസ്റ്റ് ഒരു തംസ് അപ്പോ യെസ്സോ. ഈ ഒരു ആക്ടിവിറ്റി അറൌണ്ട് ഒരു 8 to 9 days എങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റേറ്റീവ് ആയി കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആക്ടിവിറ്റി ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് റെസ്പോണ്ട്. ഓ ഗോഡ്, നോട്ട് ഇവൻ സിംഗിൾ പേഴ്സൺ. ഒരാൾ പോലും ഇല്ലേ? വെരി ഡിസപ്പോയിന്റിങ്. ഓക്കെ, ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരിക്കലെങ്കിലും ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് സ്ക്രോൾ ചെയ്താൽ കിട്ടും. നിങ്ങളുടെ EVP ടാസ്കുകൾ നോക്കിയാൽ തന്നെ കിട്ടും. ജസ്റ്റ് പ്രീവിയസ് ഡേയ്സിലൊക്കെ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരെണ്ണെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന വയനാട് ലാൻഡ് സ്ലൈഡ് എടുക്കാം. ഓക്കെ, വയനാട് പുത്തുമലയിൽ ഉണ്ടായ ദുരന്തം എടുക്കാം. അപ്പൊ അവിടത്തേക്ക് ഇൻഫർമേഷൻ നമ്മൾ എല്ലാവരും മറ്റുള്ള ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യാറില്ലേ? അത് നമ്മൾ എങ്ങനെയാ പറയാറ്? പകുതി ന്യൂസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ടാവും, പകുതി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വരുന്ന ന്യൂസുകൾ ഉണ്ടാവും, ന്യൂസ് പേപ്പർ ഉണ്ടാവും, TV ചാനൽസ് ഉണ്ടായിരിക്കും, അല്ലെ? എന്നിങ്ങനെയുള്ള പല സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് പറയാറ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ അക്കാഡമിക് ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമ്മൾ പല സാഹചര്യത്തിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇന്നെവിറ്റബിൾ ടാസ്ക് ആൻഡ് സ്കില്ലാണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ സ്കിൽ വി ഓൾ നീഡ് ടു ഡെവലപ്പ്. ഓക്കെ, നിങ്ങൾക്കിതൊരു 7 or 8 പ്രാവശ്യം റിപ്പറ്റേറ്റീവ് ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് ഈ ഒരു ആക്ടിവിറ്റി ഒരെണ്ണെങ്കിലും ചെയ്ത് നോക്കുക. വിൽ യു ഓൾ ഡു ഇറ്റ്? പ്ലീസ് ഗിവ് മി എ യെസ് ഓർ നോ. ചെയ്യാൻ സാധ്യതയുണ്ടോ? ചെയ്യാൻ സാധ്യതയുള്ളവർ ഒരു മേ ബി തരാം. മേ ബി ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മേ ബി എന്ന് റിപ്ലൈ ചെയ്തോ. ചിലപ്പോ മേ ബി യെസ് ചെയ്യും എന്നുള്ളവർ ഒരു യെസ് തരാം, ഇല്ല ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഒരു നോ പറയുക. യെസ്, ഓക്കെ, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഈ പേരുകളൊക്കെ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. ശ്രീനന്ദ, അഞ്ജിമ, അക്ഷയ്, ഷെർലി, ആഷിഖ്, അശ്വൻ, ഗ്രീഷ്മ, ഗുസ്താന, അർജുൻ, ദേവ്നന്ദ. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രൈഡേ ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ആരൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു ടോപ്പിക് എന്നുള്ളത് ഞാൻ ചോദിക്കും. ഓക്കെ ഓക്കെ സോ ലിസൺ ചെയ്യുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഓഡിയോ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പല ഓഡിയോകളൊക്കെ നമ്മൾ ഈ ഇടയെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നും മനസ്സിലാവാതെ ഇരിക്കില്ലേ. സോ മേക്ക് ഷുവർ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്ന ടൈമിൽ യു ലിസൺ ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് കീ പോയിന്റ്സും അതിന്റെ തീംസും മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ആൻഡ് സമ്മറൈസ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ഓരോ മെയിൻ പോയിന്റ്സ് എക്സിബിറ്റ് ചെയ്യുക, അതിന്റെ താഴെ തന്നെ അതിന്റെ സപ്പോർട്ടിങ് പോയിന്റ്സും എന്ന രീതിയിൽ നമുക്ക് ഒരു ലിസണിങ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അത് ഓഡിയോ ആവാം, പോഡ്കാസ്റ്റുകളാവാം, ഒരു ലിസണിങ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആ രീതിയിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ലിസൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ലിസണിങ് ടാസ്കുകളിൽ സമ്മറി എഴുതുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു ചെറിയ ടാസ്ക് എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? ലിസണിങ് ടാസ്കുകളിൽ സമ്മറി എഴുതാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായി ചെയ്യേണ്ട ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. വാട്ട് ഇസ് ഇറ്റ്? എനിവൺ? ഞാൻ നിങ്ങളെ കൊണ്ടത് ക്ലാസ്സിൽ ഒരിക്കൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, ഐ തിങ്ക് 2-3 times. ഞാൻ ഇവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാണ്.
ആൻഡ് ആ ഓഡിയോക്ക് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് സമ്മറി എഴുതാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ ആ ഓഡിയോ കേൾക്കുന്ന ടൈമിൽ എന്തായിരിക്കും ചെയ്യുക? വാട്ട് വിൽ യു ഡു? യെസ്, നോട്ട് ടേക്കിംഗ്. ഓക്കെ, നോട്ട് ടേക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. സോ നോട്ട് ടേക്കിങ്ങിലും നമുക്കൊരു സ്കില്ല് വേണം. നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് സ്പീക്കർ പറയുന്ന അല്ലെങ്കിൽ ഒരു ഓഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വേർഡ് ബൈ വേർഡ് എഴുതിയെടുക്കുന്നതല്ല എന്ത് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യുക. അതും സെന്റൻസ് ഫോർമാറ്റിൽ തന്നെ നോട്ട് ഡൗൺ ചെയ്തെടുക്കണം എന്നില്ല. ജസ്റ്റ് എന്താണ് മെയിൻ വേർഡ്സ് നോട്ട് ചെയ്തെടുത്താലും മതി. കാരണം ആ ഒരു നോട്ട് ടേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഓഫ് നോട്ട് നമ്മൾ എവിടെയും പ്രസന്റ് ചെയ്യുന്നില്ല. അതിനെ സമ്മറി ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ട് ടേക്കിങ്ങും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുന്ന ടൈമിൽ ഓഡിയോ കേൾക്കുക. ഓഡിയോ കേൾക്കുമ്പോൾ നോട്ട് ടേക്ക് ചെയ്യുക. ആ നോട്ട് ടേക്കിംഗ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സമ്മറി പ്രിപ്പയർ ചെയ്യുക. Okay, Shirley has messaged. Last month I met an accident. After 1.5 months, this is my first class. Okay, Shirley, I hope you're fine. Okay, get well soon, my dear, and take care. Okay. The important points are not down ചെയ്യുന്നതിന് not taking എന്നാണ് കേട്ടോ പറയാം. So all of you need to practice not taking. Next is speaking. നമ്മളുടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, പക്ഷെ അത് സ്പീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിൽ കാര്യമില്ല. ഇപ്പൊ നമുക്കൊരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് വലിയ കോൺഫിഡൻസ് വേണം എന്നില്ല. ഓക്കെ, കാരണം നമ്മൾ ഫിസിക്കലി പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് നമ്മളുടെ ഒരു ഫിസിക്കലി നമ്മൾ പ്രസന്റ് ചെയ്യണം. ആൻഡ് അതിന് ഫസ്റ്റ് വേണ്ട കമ്പോണന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മാർഗം റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ തന്നെ ഡെയിലി ഇവിടെ 5 minutes എങ്കിലും ഈ ഒരു ഇംഗ്ലീഷ് പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ? ഫ്രം ദ ബിഗിനിങ്, ഡേ 1 തൊട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ആരും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ മിറർ ടോക്കോ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്വന്തം ചാറ്റിലേക്ക് വോയിസ് അയക്കുകയോ അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇനിയിപ്പോൾ ഡെയിലി അല്ല, ഒരു വീക്ക്ലി 3 or 4 days എങ്കിലും ഒരു 5 minute എങ്കിലും ഈ ഒരു ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു കൺവെർസേഷണൽ സ്റ്റൈലിൽ സംസാരിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Yes, I do self-talk and I also think in English all the time. Okay. Srinanta, can you please unmute, my dear? Yeah, Bustanium പറഞ്ഞിട്ടുണ്ട്, സുജാത പറഞ്ഞിട്ടുണ്ട്. Okay, good. Srinanta, can you please unmute, my dear? Very good, Anjima. I chat with AI. Good. Okay. AI ആയിട്ട് ചാറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AI-യുടെ ചാറ്റ് ലാംഗ്വേജ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് തന്നെയാണല്ലോ അതിന്റെ പേര്. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് നിങ്ങൾ AI അല്ലെങ്കിൽ ChatGPT ജനറേറ്റഡ് സെന്റൻസുകൾ ചാറ്റ് ബോക്സിൽ ഇടുന്ന ടൈമിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. കാരണം ഞാൻ സ്ഥിരമായി ChatGPT യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ChatGPT-നോട് പ്രസന്റ് ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷെ നമ്മളത് നാച്ചുറൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന ടൈമിൽ ChatGPT യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ടേംസ് ഉണ്ട്, അതൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല കേട്ടോ. ശ്രീനന്ദ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? I have given permission to unmute. Can you please unmute? Am I audible to you? Yes, ma'am. Tell me. Yes, Srinanda, you've said me that you used to do self-talk and also think in English all the time. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരു 1 minute ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ബാക്കിയുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ they can make use of it. It will be helpful. Ma'am, can you please clarify what I have to talk? That is, you've mentioned in the chat box that you do self-talk and also think in English all the time. Yes. Yes. So can you just explain about that so that all our other members or other members in EEP family can also understand and it might be helpful for them too. They can also practice the same then. ഞാൻ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതാണോ വേണ്ടത്? അതെ. ഈ സെൽഫ് ടോക്ക് ഡെയിലി എത്ര ടൈം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് സെൽഫ് ടോക്ക് ചെയ്യാറ്, അതുപോലെ തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് എപ്പോഴാണ്, വർക്ക് ചെയ്യുമ്പോഴാണോ, പുറത്തു പോകുമ്പോഴാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളൊരു ശ്രീനാഥ ചെയ്യാറുള്ളത് പോലെ പറഞ്ഞാൽ മതി. സോ ബാക്കിയുള്ളവർക്ക് അവരുടെ കംഫർട്ട് അനുസരിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്നോട് സംസാരിക്കുന്ന തന്നെ നമ്മൾ എല്ലാവരും സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്. അത് സംസാരിക്കുന്ന തന്നെ കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കും.
And also, Okay. I used to think in English. If I have to get anything done or I'm doing my mindfulness practices, I Mhm. do it in English. Okay, very good. So And I just wanted some clarification. yeah, Like okay. ബീയിങ് നേറ്റീവ്സ് ഓഫ് കേരള, നമ്മുടെ മദർ ടങ്ക് മലയാളം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകൾ മലയാളത്തിലായിരിക്കും. ആ ചിന്തകൾ വരുന്ന ടൈമിൽ അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യാറ്? Well, ഞാൻ എൻ്റെ സറൗണ്ടിങ്സ് ഫുള്ള് ഒരു ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. The songs I listen and the movies I watch and everything is in English based. വെരി ഗുഡ്, വെരി ഗുഡ്. So ഇതിനെ ഇമേഴ്സീവ് even ലേണിംഗ് എന്നൊരു ടെക്നിക്ക് പറയും കേട്ടോ. Okay, so Srinanda is even in following my immersive family, I technique. talk to them in English, and also to my friends, I chat in English. Very good, and that is reflecting in your language. Yeah, and അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആക്ച്വലി ബേസിക്കലി ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്ക് പോകും. Okay, very good, Srinanda. ആക്ച്വലി എല്ലാ ടൈമിലും അത് പോസിബിൾ ആണെന്നില്ല, ബട്ട് Yeah, മനസ്സിലായി. മെയിൻലി ഒരു ടൈമിലൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനും പറ്റും. അതുപോലെ സെൽഫ് ടാക്ക് ചെയ്യുമ്പോഴും മിററിന്റെ മുന്നിൽ സംസാരിക്കുമ്പോഴും ഇഫ് ഐ എം ഡൂയിങ് എനി പ്ലാനിങ് ഓർ സംതിങ് ഐ വിൽ ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ടു. Very good, Srinanda. Okay, thank you, my dear. Okay, Okay. so this is something Okay, everyone thank can you. practice. നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്ന ടൈമിൽ നാളെ ലൈക്ക് ടുമോറോ എന്നുള്ള ഒരു ഡേ പ്ലാൻ ചെയ്തിട്ട് കിടക്കാം. ഓക്കെ, സോ പ്ലാൻ ചെയ്യുന്നത് മൈൻഡിൽ മതി, പക്ഷെ എന്നാലും മൈൻഡിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ സംസാരിച്ചിടും. നമ്മളൊക്കെ സെൽഫ് ടോക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ വേർബലി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നില്ലേ? ഇപ്പൊ നാളെ രാവിലെ എണീറ്റിട്ട് ദോശ ഉണ്ടാക്കണം, അത് കഴിക്കണം എന്നൊക്കെ ആലോചിക്കുന്നതൊന്ന് ഇംഗ്ലീഷിൽ ചിന്തിച്ചൂടെ? Tomorrow I have to wake up at 6 a.m. Then I need to cook and make my bed and my home. Then I need to have a quick bath. എന്നിങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നേക്കാൾ മുമ്പ് നെക്സ്റ്റ് ഡേ ഒന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പൊ ശ്രീനന്ദ പറഞ്ഞു പ്ലാനിങ് ഇംഗ്ലീഷിൽ ചെയ്യാറുണ്ടത്. ആൻഡ് നമുക്കിപ്പോൾ നമ്മുടെ തിരക്കിട്ട പണികളുടെ ഇടയിലൊക്കെ നമ്മുടെ തോട്ട്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ ഐ ഹോപ്പ് എല്ലാ ദിവസവും കിടക്കുന്നേക്കാൾ മുമ്പെങ്കിലും എല്ലാവർക്കും ഒരു 5 minutes വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സംസാരിക്കാൻ ആൾക്കാരുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളവർ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, ഡെയിലി വിളിച്ചൊരു 5 minutes നിങ്ങൾ ടൈമർ വെച്ച് സംസാരിച്ചോളൂ. 5ഉം വേണ്ട, 5ഉം പറ്റാത്ത ഒരു 3 minutes എങ്കിലും സംസാരിച്ചാൽ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഈ EP കഴിഞ്ഞിട്ട് ഈ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ട്രസ്റ്റ് മീ, ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചതെല്ലാം വിത്തിൻ ഡേയ്സ് നിങ്ങൾ മറക്കും. ഓക്കെ, പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എളുപ്പമാണ് നമുക്ക് കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പ്ലീസ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ പ്രാക്ടീസ് ഈവൻ വൺസ് ദ പ്രോഗ്രാം എൻഡ്സ്. ഓക്കെ, EP കഴിഞ്ഞാൽ പോലും നിങ്ങൾ എല്ലാവരും ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ കുറച്ച് ഇൻപുട്ടുകൾ ഉണ്ട്. ആ ഇൻപുട്ടുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആവാനും ഇംഗ്ലീഷിൽ ഒരു ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കൺവെർസേഷൻസും ലീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പൊ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ കാണാം, അറൌണ്ട് 5 to 6 minutes ഉള്ള. ഓക്കെ, അത് നിങ്ങൾ ആ ഓഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ഓഡിയോ കേട്ടതിന് ശേഷം സമ്മറൈസ് ദറ്റ് യോർ സെൽഫ്. ഓക്കെ, സമ്മറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 5 minute ഓഡിയോ സമ്മറൈസ് ചെയ്യുന്ന ടൈമിൽ 1 minute മതി. ഓക്കെ, സമ്മറൈസ് ചെയ്ത് പഠിക്കുക. അവിടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യും, അവിടെ വൊക്കാബുലറി എൻഹാൻസ്ഡ് ആവും. ഇപ്പൊ നമ്മളിപ്പോ അറൌണ്ട് 130 ഡേ ആവുന്ന ടൈമിൽ 130 വൊക്കാബുലറി പഠിച്ചിട്ടുണ്ട്, 130 ന്യൂ ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഓരോരുത്തരോട് ചോദിച്ചാൽ മാക്സിമം ഒരു 10 to 15 വേർഡ്സ് ഓർമ്മ ഉണ്ടാവുള്ളൂ. വൈ? നമ്മളത് ഡെയിലി യൂസ് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വർക്ക് പ്ലേസുകളിൽ പലരും മലയാളത്തിൽ തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസുകളിലും നിങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഒരു മീറ്റിംഗ് ഇംഗ്ലീഷിൽ കണ്ടക്ട് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു മന്ത്ലി വൺസ് എങ്കിലും ഒരു പ്രൊഫഷണൽ സെറ്റിംഗിലെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, സോ ഐ നീഡ് someone to voluntarily come up. We'll do a small activity. നിങ്ങളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയാണ്. ഇവിടെ
ജോബ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് കം അപ്പ്. നിങ്ങൾ ആരും ഞാൻ ഇടങ്ങേറാക്കില്ല. നിങ്ങൾ ഇവിടെ തെറ്റ് പറഞ്ഞാലും പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഒരാളൊന്ന് വരുമോ? ഇനി വൺ ഇതുവരെ വരാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ അപ്രിഷിയേറ്റ് ഇറ്റ്. കാരണം ഐ ഫീൽ ലൈക്ക് എല്ലാവരും ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഈ ക്ലാസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇത് എനിക്ക് ഒട്ടും എനർജി ഇല്ലാത്ത പോലെയാണ് തോന്നുകയാണ് ആരുടെ ഉള്ളിൽ. എനി വൺ ചെറിയ ആക്ടിവിറ്റി ആണ്. ഐ വിൽ ഓൾസോ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ചെറിയ രീതിയിൽ എന്നെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക പ്ലീസ്. എനി വൺ ഐ വിൽ ഓൺലി ടേക്ക് 2 minutes. എന്റെ സ്വപ്നത്തിലെ ഒരു EP ക്ലാസ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അടി ഉണ്ടാക്കുന്ന ഒരു ചാറ്റ് ബോക്സ് ആണ്. മിസ് ഞാൻ മീ എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന ഒരു ചാറ്റ് ബോക്സ് ആണ് കേട്ടോ എന്റെ സ്വപ്നം എന്ന് പറയുന്നത്. നമുക്ക് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ വാട്ട് ഹാപ്പൻഡ്? സെഷൻസ് മുന്നോട്ട് പോകുന്തോറും കോൺഫിഡൻസ് കുറയാണോ? ഞാൻ നിങ്ങളുടെ എനർജിയും കോൺഫിഡൻസ് ഒക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് പ്ലീസ്. There is an app, Hello Talk, language learning. We can download and speak with anyone. Okay. Ashik Bashir ഒരു ആപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. So if anyone is interested, you can try it. Okay. Okay. ആരെങ്കിലും എനിക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു മോക്ക് ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിനു മുമ്പും ഇന്റർവ്യൂവിൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. ചെറിയ ഞാനൊരു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അത് ആൻസർ ചെയ്യുക. ആ ആൻസേഴ്സിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ 30-35 പേരുണ്ടായിട്ട് ആരും വരുന്നില്ല എന്നുള്ളത് ടു ഡിസപ്പോയിന്റിങ്. ഞാനിവിടെ നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇവിടെ ആര് തെറ്റ് ചെയ്താലും ഞാനൊന്നും പറയാറില്ല. ദിസ് ഇസ് എ ലേണിംഗ് സ്പേസ്. നിങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റുകളിൽ നിന്ന് മാത്രമാണ് എനിക്കത് പറഞ്ഞ് റെക്ടിഫൈ ചെയ്തു തരാൻ പറ്റുള്ളൂ. അഖില ജിതൻ, can you please unmute my dear? അഖില ജിതൻ, are you here? ക്ലാസ് ഓണാക്കിയിട്ട് പോയേക്കാണോ? വിജി ഗണേഷ്, are you here? വിജി ഗണേഷ്, ഓ ഗോഡ്. ക്ലാസ് കേൾക്കുന്നവരെ എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യോ, സോ ദാറ്റ് ഐ കെൻ നോ നിങ്ങൾ ഇവിടെ പ്രസന്റ് ആണെന്നുള്ളത്. ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാരൊന്നും ഈ ഏരിയയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. Akshay is here. Anshma is here. Okay, Akshay, can you please unmute my dear? Yes, ma'am. Yes, okay. Hi Akshay, how are you? Hi, ma'am. So, fine, ma'am. ആദ്യത്തെ ചോദ്യം, എന്തിനാ ഇത്രയും താമസിച്ചേ? I'm new to this class, ma'am. Okay, so is it your first class? Yeah, ma'am. It's my first class. Okay. So can you give a brief introduction about yourself? My name is Akshay. I'm from Kottayam. Okay. I'm just working in a school as an Okay, so office head. which course are you pursuing here? I am proceeding in political science. Okay, fine. So Akshay, നമ്മളോട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ചെറിയൊരു മോക്ക് ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയ ടിപ്സ് തരാം. അതായത് ഒരു ഇന്റർവ്യൂല് നമ്മള് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന ടൈമില് നമ്മൾ ഇന്റർവ്യൂല് 1 word അല്ലെങ്കിൽ 1 sentence ആൻസേഴ്സ് അല്ല നമ്മൾ ഇന്റർവ്യൂർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കുറച്ചുകൂടെ ഡെപ്തിലുള്ള ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇന്റർവ്യൂവില് ഒരു ഇന്റർവ്യൂ സെറ്റപ്പില് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന ടൈമില് യു ഹാവ് ടു ടെൽ അബൌട്ട് യുവർ നെയിം, എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുക. അതിനുശേഷം എഡ്യൂക്കേഷൻ പറയുക, ഐ ഹാവ് കംപ്ലീറ്റഡ് സോ ആൻഡ് സോ ഇൻ ദിസ് എന്ന് പറയുക. അതിനുശേഷം എന്തെങ്കിലും പാഷൻ, ഹോബീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാം. ഇപ്പൊ എന്തെങ്കിലും എക്സാം ക്വാളിഫൈ ചെയ്തതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനോ എന്തെങ്കിലും കോൺഫറൻസുകളിലോ അല്ലെങ്കിൽ പേപ്പർ പബ്ലിഷിങ്ങോ ബുക്ക് പബ്ലിഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും. കാരണം എല്ലാ ഇന്റർവ്യൂവിലും അവർ ഇങ്ങോട്ട് ചോദിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരില്ല. മറിച്ച് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ്. And there is no second chance to create a first impression, and first impression is the best impression. Okay. Yeah, sure. So itre ullu, so just try your best. Okay. Okay. Yes, Akshay. So please introduce yourself. My name is Akshay. I'm from Kottayam. I just completed my graduation from MG University. നമ്മളൊരു ഒഫീഷ്യൽ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ജസ്റ്റ് എന്നുള്ള വേർഡിന്റെ ആവശ്യമില്ല കേട്ടോ. ഐ കംപ്ലീറ്റഡ് മതി, ഐ ജസ്റ്റ് വേണ്ട. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ഒഫീഷ്യൽ ആക്കുന്ന ടൈമിൽ ജസ്റ്റ് വേണ്ട.
Okay. Okay. I completed my graduation from which university? Mhm. I do have a extra qualification, like I'm a professionally a fitness trainer. Mhm. So I used to train people in a gym in a fitness field. Okay. My passion is to become a professionally advanced fitness trainer. നമ്മുടെ So പാഷൻ എന്ന് പറയുന്നതും പ്രൊഫഷൻ എന്ന് പറയുന്നതും ഡിഫറൻസ് ഉണ്ട്. different. ചിലർ പാഷൻ പ്രൊഫഷൻ ആക്കി എടുക്കും. ഇപ്പൊ ചില പാട്ടുകാരൊക്കെ അവരുടെ പാഷനും പാട്ടായിരിക്കും, പ്രൊഫഷനും Professional. പാട്ട് തന്നെയായിരിക്കും. ഇപ്പൊ ചിലരുടെ എന്താണ് പാഷൻ ഫോട്ടോഗ്രഫി ആയിരിക്കും, ബട്ട് പ്രൊഫഷൻ മേ ബി അക്കൗണ്ടന്റ് ആയിരിക്കും. സോ Yeah. നമ്മുടെ കരിയർ അംബീഷന് നമ്മൾ ആസ്പിറേഷൻ എന്നാണ് പറയാ. ഐ അസ്പയർ ടു ബിക്കം സോ ആൻഡ് സോ. ഓക്കെ, സോ കരിയർ Okay. ഗോളിനെ ഐ അസ്പയർ എന്ന് പറയാം. Okay. Mm. So I aspire to become a fitness trainer. Okay. I used to train a lot for that then course. I used to get more and more certificate about that. Okay. Okay. Okay, Akshay, can you tell me 2 of your strength and 2 of your weakness? My strength is മീൻസ് മാം ഉദ്ദേശിച്ച നമ്മുടെ 2 പോസിറ്റീവ് കാര്യങ്ങളും നമ്മുടെ വീക്ക്നെസ്സും അല്ലേ? മീൻസ് രണ്ട് നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റി, നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് നമ്മളുടെ ഇപ്പൊ എല്ലാവർക്കും ഓരോ സ്ട്രെങ്ത് പോയിന്റുകൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് എൻ്റെ ഒരു സ്ട്രെങ്ത് പോയിന്റ് ആണ്. അതുപോലെ 2 സ്ട്രെങ്ത് പോയിന്റും 2 വീക്ക് പോയിന്റ്സും പറയുന്നു. Okay. I'm much more interactive with people, and I am more focused on the fitness training area. I'm more advancedly focused on that area. സ്ട്രെങ്ത് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടല്ല പറയുക. സ്ട്രെങ്ത് ചോദിക്കുന്ന ടൈമിൽ നമ്മളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റികളുള്ള കാര്യങ്ങളായിരിക്കണം പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ, ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് പറയാം സ്ട്രെങ്ത് ചോദിക്കുമ്പോൾ. അതല്ല നമ്മുടെ പ്രൊഫഷൻ വിട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. Okay. So just you can point out 2 of your weakness and then we'll wind up. My weakness is my 2 weaknesses. My first weakness is I am a little bit worried about my communication skill. Okay. And little bit worry about my second weakness is I am just worried about my attitude towards other people, means approaches. Okay. Thank you, Akshay. Okay. Thank you so much. Okay. So ഇവിടെ thank you so much, Akshay, for coming up. In the first class ആയിട്ട് പോലും അക്ഷയ് വന്നതിൽ I am really happy. Thank you so much. കുറച്ച് കോമൺ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അത് അക്ഷയിനോടല്ല, എല്ലാവരോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. ഇന്റർവ്യൂവിൽ നമ്മൾ പോകുന്ന ടൈമിൽ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അക്ഷയ് ഇപ്പൊ പറഞ്ഞപ്പോൾ കുറച്ച് ഫില്ലർ വേർഡ്സും ലൈക്ക് എന്നൊക്കെ വന്നത് കാരണം സ്പോണ്ടേനിയസ് ആയിട്ടായിരുന്നു അക്ഷയ് സംസാരിച്ചത്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ എന്തായാലും നമ്മുടെ ഇൻട്രൊഡക്ഷൻ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്തായാലും എല്ലാ ഇന്റർവ്യൂവിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ തന്നെ ആയിരിക്കും. പ്ലീസ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്ലീസ് ടെൽ മി അബൌട്ട് യുവർ സെൽഫ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഒരു 4 to 5 സെന്റൻസിൽ പറയാം. ഓക്കെ, വലിച്ചു നീട്ടി വല്ലാണ്ട് നമ്മളെ കുറിച്ച് തന്നെ പൊക്കിയടിക്കേണ്ട ആവശ്യമില്ല. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആൻഡ് an important point is you need not lie in interviews. നുണ പറയേണ്ട ആവശ്യങ്ങൾ ഇന്റർവ്യൂവിലില്ല. കാരണം ഇന്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ HR മാനേജേഴ്സ് എന്ന് പറയുന്നവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ആരാണ് ജെന്യുവൻ എന്നുള്ളത് അവർക്ക് വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇന്ന് ഒരുപാട് വലിയ വലിയ കമ്പനികളുടെയും അതുപോലെ നമ്മുടെ PSC UPSC പോലെയുള്ള ഇന്റർവ്യൂ ബോർഡ്സിലെല്ലാം തന്നെ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, സൈക്കോളജിസ്റ്റ്മാർ നിങ്ങളുടെ മൈൻഡ് വായിക്കും എന്നൊന്നുമല്ല, പക്ഷെ ദേ ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് യുവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ജോബിന് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ വൈ ഡിഡ് യു റിസൈൻ എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഒരു കാരണവശാലും ചിലപ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാവാം, പക്ഷെ എന്നിരുന്നാൽ പോലും അത് പറയരുത്.
കാരണം അത് ഇംപ്ലൈ ചെയ്യുന്ന എന്താണ്, ഈ കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് മോശം പറയും എന്നുള്ളത്. ഓക്കെ, സോ ഒരിക്കലും ഒരു കമ്പനിയിലും ഒരു സ്ഥാപനത്തിലും പോയിട്ട് നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിലെ മോശമായ കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യരുത്. ഓക്കെ, അവിടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് എന്തെങ്കിലും പറയാം. മേ ബി ഇത് കമ്പനിയുടെ പുതിയ പോളിസീസ് എന്റെ എത്തിക്സുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇൻട്രസ്റ്റുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ലൈക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും, ഒരു ബെറ്റർ രീതിയിൽ ഉണ്ടാവും എന്ന് തോന്നിയത് കൊണ്ട് ഒരു ഷിഫ്റ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ഫ്രെയിം ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചോദിക്കുന്ന ടൈമിൽ പലരും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വീക്ക്നെസ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്, ദർ ഇസ് നത്തിങ് കോൾഡ് പെർഫെക്ഷൻ, സോ എവ്രി വൺ ഹാസ് ഗോട്ട് നെഗറ്റീവ്സ്. സോ നമ്മളുടെ നെഗറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതും നെഗറ്റീവ്സ് പറയുന്ന ടൈമിലും വി നീഡ് ടു ബി ഡിപ്ലോമാറ്റിക്. കാരണം ഒരിക്കലും നെഗറ്റീവ്സ് പറയുന്ന ടൈമിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്, ടീം വർക്കിൽ പ്രശ്നമുണ്ട്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ അത്തരത്തിൽ നമ്മുടെ ജോലിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയരുത്. ഓക്കെ, മറിച്ച് എന്ത് ചെയ്യാം, ഇവിടെയും നമ്മൾ ഡിപ്ലോമസി എന്താണ്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള ആൻസേഴ്സ് പറയാം. ഓക്കെ, ഐ ഹാവ് ഇഷ്യൂസ് വിത്ത് എന്താ അത്ര എല്ലാം എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മുടെ ജോലിനെ ബാധിക്കും. പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല, അതിപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീം വർക്ക് എന്നുള്ളതൊക്കെ കാര്യമായി ബാധിക്കും. അതല്ലാതെ ഐ ഹാവ് സ്മോൾ ഇഷ്യൂസ് വിത്ത് ആങ്കർ മാനേജ്മെന്റ് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാക്കി പറയണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്ത് വിൽ ദേ ആസ്ക് ദ ഇന്റർവ്യൂർ a weak point? Yes, Joseph, they will ask. ചോദിക്കാറുണ്ട് കേട്ടോ കോമൺ ആയിട്ട്. പിന്നെ വീക്ക് പോയിന്റ്സ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം, ഐ ആം ഓൾസോ വർക്കിംഗ് ടു ഇംപ്രൂവ് ഓൺ മൈ വീക്ക് പോയിന്റ്സ് എന്നുള്ളത് പറയണതായിരുന്നു. നമ്മൾ ആ വീക്ക് പോയിന്റ്സ് ആക്കി വെച്ചേക്കല്ല, അത് ബെറ്റർ ആക്കാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇന്റർവ്യൂവിൽ നമുക്ക് ഉള്ളത്. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ എന്താണ് സ്റ്റാർ ടെക്നിക് എന്നുള്ളത് നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ one of you have to explain it to me. What is STAR technique and answering interview questions? Okay. So next is formal writing practice. Either formal writing piece or it can be email, it can be proposal, article, academic writing, whatever it may be. First thing, it need to have a structure. Email നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഫസ്റ്റ് ക്ലിയർ സബ്ജക്ട് ലൈൻ വേണം. സബ്ജക്ട് ലൈൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ഓഫ് ദ ഇമെയിൽ എന്ന് പറയാം. അതിനെയാണ് ഇമെയിലിൽ നമ്മൾ ടൈറ്റിൽ എന്നല്ല സബ്ജക്ട് ലൈൻ എന്നാണ് പറയുക. ആ ഒരു സബ്ജക്ട് ലൈനിൽ നിന്ന് തന്നെ മനസ്സിലാവണം എന്തിനെ കുറിച്ചിട്ടാണ് ഇമെയിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റിക്വസ്റ്റ് ഫോർ ഹൈക്ക് ഇൻ സാലറി, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ ലീവ് എന്നിങ്ങനെയുള്ള എന്തിനെ കുറിച്ചിട്ടാണോ ആ ഇമെയിൽ എന്നുള്ളത് ആ ഒരു സബ്ജക്ട് ലൈനിൽ നിന്ന് മനസ്സിലാവണം. ഓക്കെ, then it should have professional tone and concise content. അതായത് വെറുതെ അനാവശ്യമായ കോണ്ടന്റ് ഒന്നും വലിച്ചു വരെ എഴുതേണ്ട കാര്യമില്ല, ടു ദ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും അങ്ങനെ തന്നെയാണ്. ഇമെയിൽസ് ഏറ്റവും ക്രിസ്പ് ഫോമാറ്റിലായിരിക്കണം ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരു സബ്ജക്ട് ലൈൻ തന്നിട്ടുണ്ട്, പ്രപ്പോസൽ ഫോർ മീറ്റിംഗ് ഓൺ പ്രോജക്ട് പ്രോഗ്രസ്. അപ്പോൾ തന്നെ എന്താണെന്ന് നമുക്കറിയാം, ഓക്കെ ഇത് നമ്മുടെ പ്രോജക്ട് പ്രോഗ്രസിന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ആണ് എന്നുള്ളത് വേഗം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, then ഒരു പ്രപ്പോസൽ റൈറ്റിംഗിലേക്ക് വരുന്ന ടൈമിൽ അത് പ്രപ്പോസൽ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് പ്രപ്പോസൽ ആവാം, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ആവാം. സോ ഒരു പ്രപ്പോസൽ എഴുതുന്ന ടൈമിൽ കീ സെക്ഷൻസ് വേണ്ടത് ഇൻട്രൊഡക്ഷൻ, വൈ ഇസ് ഇറ്റ് നീഡഡ്, എന്താണ് നമ്മളുടെ ഉദ്ദേശം, റീസൺ ഫോർ പ്രപ്പോസൽ എന്താണെന്നുള്ളതായിരിക്കണം ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവേണ്ടത്. ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ദെൻ റെക്കമെൻഡേഷൻസിൽ വരെ ഫ്യൂച്ചർ ആക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ് ആയിരിക്കും റെക്കമെൻഡേഷനിൽ വരിക. ആൻഡ് ദെൻ കൺക്ലൂഷൻ. പ്രപ്പോസൽ റൈറ്റിംഗ് ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നില്ല. അതായത് നമ്മളുടെ ഒരു നീഡ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമിൽ അവർ തന്നെ തരും ആ ഒരു പ്രപ്പോസലിന്റെ കോണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളത്. ഓക്കെ, സോ അതനുസരിച്ച് അതിൽ വാരിയേഷൻസ് ഉണ്ടായിരിക്കും. Okay, so an example can be like
adopting new software for improving workflow. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ ആവാം. ഓക്കെ. Then few tips for effective writing are avoid overly complex sentences. We can keep it simple. അതായത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്ത് കടുകട്ടിയാക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് എ ലിറ്റിൽ ഓൾഡ് ട്രെൻഡ്. കുറച്ചാലും മുമ്പത്തെ ട്രെൻഡ് ആയിരുന്നു അത്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആക്കിയാൽ അതൊരു നല്ല റിട്ടൺ പീസ് ആവും എന്നുള്ള കോൺസെപ്റ്റ്. യൂസ് ബുള്ളറ്റ് പോയിന്റ്സ് ഫോർ ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്പേർഡ് പോയിന്റ്സും ആവാം. ദെൻ പ്രൂഫ് റീഡ് ഫോർ ഗ്രാമർ ആൻഡ് ടോൺ. ഓക്കെ. പ്രൂഫ് റീഡിങ് എപ്പോഴും മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഇസ് ഇന്റഗ്രേറ്റിംഗ് സ്കിൽസ് ഫോർ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഇസ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും എല്ലാ സ്കില്ലുകളും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമുക്കൊരു റിയൽ വേൾഡിൽ ഈ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയും എഫക്റ്റീവായും കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇംഗ്ലീഷിൽ റൈറ്റിംഗ് മാത്രം പഠിക്കാം അല്ലെങ്കിൽ സ്പീക്കിംഗ് മാത്രം പഠിക്കാം, ലിസണിങ് മാത്രം പഠിക്കാം എന്നുള്ളത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ല. ഓക്കെ. നമ്മുടെ ലൈഫിൽ ഒരു യൂസ്ഫുൾ സ്കില്ലായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ we need to integrate all 3 tech skills, that is speaking, listening and writing. Okay. So ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിനാരിയോ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് പ്രസന്റേഷൻ ചെയ്യണം. അതിന് നമ്മൾ റിസോഴ്സസ് കേൾക്കേണ്ടി വരും. ലിസണിങ് ഇസ് നീഡഡ്. വായിക്കേണ്ടി വരും. റീഡിങ് ഇസ് നീഡഡ്. അതൊന്ന് നോട്ട് ടേക്കിംഗ്, റൈറ്റിംഗ് ഇസ് നീഡഡ്. പ്രസന്റേഷൻ സ്കില്ലും വേണം. സോ ഈ എല്ലാ സ്കില്ലും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ഫ്ലുവൻസി അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. Okay. So with that, we are winding up for today. So if you've got any doubts, you can please ask in the chat box. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ chat box ൽ ചോദിച്ചോളൂ. So I haven't received any message. So I think there are no doubts. So നമ്മൾ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ നമുക്ക് വീക്ക്ലി അസസ്മെന്റ്സ് ആ ഒരു വീക്കിൽ കവർ ചെയ്ത പോർഷൻസിന്റെ മാത്രമാണ്. കോംപ്രിഹെൻസീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇതുവരെ ഡേ 1 to day 150 കവർ ചെയ്ത ടോട്ടൽ പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോംപ്രിഹെൻസീവ് അസസ്മെന്റിൽ ഉണ്ടായിരിക്കുക. ഗ്രാമർ, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റൈറ്റിംഗ് എന്നിങ്ങനെയുള്ള 4 ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ ഡയറക്റ്റ് ആയിരിക്കില്ല. കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിരിക്കും. When will the next EEP day 1 will start? In a month maybe. Please connect with your mentor for that. Okay. So നിങ്ങൾ ഇനി ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത് ഗ്രാമർ കോൺസെപ്റ്റുകൾ. ഗ്രാമർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കോംപ്ലെക്സ് സെന്റൻസ്, കണ്ടീഷണൽസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് സെന്റൻസുകൾ, പാസീവ് വോയിസ്. ഓക്കെ. ദെൻ പ്രാക്ടീസ് റിയൽ വേൾഡ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ടാസ്ക്. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഇമെയിൽസോ അല്ലെങ്കിൽ പ്രപ്പോസൽസോ ഒക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സ്പീക്കിംഗ് മാക്സിമം തറവാക്കാൻ നോക്കുക. ഓക്കെ. ആൻഡ് ദെൻ നേരത്തെ നമുക്ക് ശ്രീനന്ദ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു ഇമേഴ്സീവ് ലേണിംഗ്, അതായത് കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകളും കുറച്ച് ഇംഗ്ലീഷ് സിനിമയും കുറച്ച് ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ. സോ കുറച്ച് ആ രീതിയിൽ എന്റർടൈൻമെന്റ്, എഡ്യൂടെയിൻമെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ വേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ത്രൂ എന്റർടൈൻമെന്റ്. ഓക്കെ. സോ ഓക്കെ, താങ്ക് യു ഷെർലി. ഓക്കെ. So yeah, with that we are winding up. So you are now ready to tackle real world communication challenges. So keep practicing and believe in your progress. Thank you all for attending this session. And I request all of you to complete your weekly quiz today itself. Okay. Your weekend quiz innu enna complete cheyyatho. Thank you all and you may all leave.